ഹലോ. അപ്പോൾ എല്ലാവർക്കും വിജി വൈബ്സിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആച്ചൂട്ടിക്ക് അംഗനവാടിയുള്ള ദിവസമാണ്. അപ്പോൾ അവൾക്ക് അംഗനവാടിയുള്ള ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ ഞാൻ എഴുന്നേൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ തീർക്കും വേണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും വേണം, പിന്നെ അല്ലൂസും ഉണ്ടല്ലോ കൂടെ. പിന്നെ ഇത്ര ദിവസം അമ്മ ഉണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് തന്നെ കുറച്ച് വൈകി എണിച്ചാലും പണികളൊക്കെ വേഗം തീർക്കും ചെയ്യും, അമ്മയും സഹായിക്കും ചെയ്യും. ഇന്ന് അമ്മ നേരത്തെ പോയത് കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേൽച്ചു. അപ്പോൾ ചായയൊക്കെ വെച്ച് അപ്പം തന്നെ അച്ചൂട്ടി എണിച്ച് വന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് ഹോർലിക്സൊക്കെ കൊടുക്കുകയായിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ തുടങ്ങി. തലേദിവസം രാത്രി തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കും, അതുകൊണ്ട് തന്നെ കുറച്ച് പണികളൊക്കെ അങ്ങോട്ട് ക്ലിയറായി കിട്ടും. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അത്രയും തിക്കും തിരക്ക് പിടിച്ചിട്ട് ഓരോന്നും ചെയ്യേണ്ട വെച്ചിട്ടായിരുന്നു. അപ്പോൾ ബാക്കി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴുകി ഇതപ്പോൾ കമത്തി വയ്ക്കുകയാണ്. ഇവിടെ കുറച്ച് റാക്ക് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി സെറ്റ് ചെയ്യണം. അപ്പോൾ തൽക്കാലം ഉള്ള സ്ഥലത്തിലേക്കൊക്കെ തട്ടിമുട്ടി വയ്ക്കും. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ അല്ലൂസ് എണിച്ച് വന്നു. പിന്നെ അവൻ്റെ ചിരിയായി കളിയായി. പിന്നെ അവൻ എഴുന്നേറ്റ് അവന് അധികം വേഗം എനിക്ക് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എഴുന്നേറ്റ ഉടനെ അവനെ കണ്ട് ചിരിച്ച് അവനോട് കുറച്ച് സമയമൊക്കെ കളഞ്ഞു. പിന്നെ ഞാനും അച്ചൂട്ടിയും കൂടി കടയിലേക്കാണ് കേട്ടോ പോയത്. തൊട്ടടുത്ത് തന്നെ കട. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അച്ചൂട്ടി ഓരോന്നും നോക്കി ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമോ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചിനോട്. അപ്പോൾ ഞാനൊന്നും വാങ്ങിക്കൊടുക്കാനൊന്നും നിന്നില്ല. അവളെ വേഗം അവിടെ നിന്ന് കൊണ്ടുവരിക ചെയ്ത്. വീട്ടിലെത്തിയത് രാവിലേക്ക് ഞങ്ങൾ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ല പൂ പോലത്തെ ഇഡ്ഡലി പറയുമല്ലോ, അതുപോലെ കിട്ടിയിട്ടുണ്ട്. കടയിലെ മാവാണ് കേട്ടോ, വീട്ടിൽ അരയ്ക്കാൻ അരിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കടയിൽ നിന്നാണ് മാവ് വാങ്ങിയപ്പോൾ ഏകദേശം പണികളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അച്ചൂട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും. ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അവൾക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കിട്ടും, പക്ഷേ അതിൻ്റെ കൂടെ കൊടുക്കാൻ പപ്പടം ഇല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ അവളുടെ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ ബാഗ് പിന്നെ അവൾ കണ്ടിട്ട് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ ബാഗാണ് കേട്ടോ കൊണ്ടുപോയത്. പിന്നെ അങ്ങനെ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചൂട്ടി ഇവിടെ അംഗനവാടിക്ക് പോകാനൊക്കെ സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അംഗനവാടി എത്തി. ഏട്ടനാണ് കേട്ടോ കൊണ്ടുപോയി വിടുന്നത്. ഞാൻ കൊണ്ടുവിടുന്ന ദിവസങ്ങളിലൊക്കെ അവൾ നല്ല കരച്ചിലായിരിക്കും. അപ്പോൾ ഏട്ടൻ കൊണ്ടുവിടുകയാണെങ്കിൽ അധികം ഇത് ഉണ്ടാവില്ല. എത്ര ഒരു സമയം ഒരു കരച്ചിലുള്ളൂ, പിന്നെ ആൾ ഹാപ്പിയാണ്. പിന്നെ അവളെ വിട്ട ശേഷം ഞങ്ങൾ കടയിൽ കയറി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇവിടെ വാവയാണെങ്കിൽ അവൻ മുഖം കാണിക്കൽ വെച്ചിട്ട് കാണിക്കായിരുന്നു. പിന്നീട് ഞാൻ അത് കാണിച്ചിട്ടേ വിടുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും അല്ലൂസ് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവ ഉറങ്ങുന്ന സമയത്ത് കട്ടി വെച്ച പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു. പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. എന്നും തുടയ്ക്കൊന്നും ഇല്ല കേട്ടോ, അടിച്ചുവാരി വിടും എന്നും വൃത്തിയിൽ. ഇതിപ്പോൾ തുടയ്ക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് മണ്ണ് ഇനിയിപ്പോൾ തുടച്ച് വെച്ചിട്ട് പിന്നെയും മണ്ണ് വേഗം പിടിക്കുകയുള്ളൂ. അപ്പോൾ അല്ലൂസ് ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഉച്ചയായി കേട്ടോ ഏകദേശം. ആ സമയത്ത് എല്ലാം അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക ആവശ്യം, ഇല്ലെങ്കിൽ അവൻ നടക്കുമ്പോൾ അവൻ വീഴുകയുള്ളൂ. അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം കഴിക്കാനിരുന്നു. ഇല്ലെങ്കിൽ അവന് കൊടുത്തിട്ടാണ് ആദ്യമൊക്കെ ഞാൻ കഴിക്കാറുള്ളായിരുന്നു. പിന്നെ കിട്ടുന്ന സമയം നമ്മൾ വേഗം വിശപ്പ് നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കുമ്പോൾ അത്രയും ഇടങ്ങേറാവില്ലല്ലോ, നമ്മളും ടെൻഷനാവില്ല, കാര്യങ്ങളാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴിച്ചു. ചോറും കറിയൊക്കെ വെച്ച് അത് കഴിച്ചിരുന്നു. പിന്നെ ഇത് അടിച്ചു വാരാണ് കേട്ടോ. മുറ്റം ഞങ്ങളുടെ ചെറിയൊരു മുറ്റമാണ്. അപ്പോൾ അവിടെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ, മറ്റു ചൂലാണെങ്കിൽ വേഗം മണ്ണും കാര്യങ്ങളൊക്കെ പോവുള്ളൂ, കുറച്ച് കുഴികളൊക്കെ ആവും. ഒരു സിമൻറ്റ് പോലത്തെ മണ്ണാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ചൂല് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അടിച്ചു വാരി കഴിഞ്ഞ് മുറ്റമൊക്കെ തെളിച്ച് വിട്ടു. അമ്മ സൈഡിലൊക്കെ ഇങ്ങനെ ഓരോ ചാക്കിലായിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിലും ഉണ്ട്. അമ്മയ്ക്ക് ചെടികളോട് പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ, അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് കറികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചീരയും മുരിങ്ങയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം പോയതേ അറിഞ്ഞില്ല. അച്ചൂട്ടി വേഗം അംഗനവാടിയിൽ നിന്ന് വന്നു കേട്ടോ. അവൾ വന്ന് അവളുടെ കുറുമ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ എഴുന്നേറ്റു. അപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ് അവന് പിന്നെ സമയം ഒരു 3-3:30 ആയിട്ടോ. ആ സമയത്താണ് അല്ലൂസ് എണിച്ചത്. പിന്നെ അവനെ നോക്കി പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുക്കാനൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെന്താ, പിന്നെ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ആൾ നല്ല ഓക്കെ ആയി. പിന്നെ കളി തുടങ്ങി. പിന്നെ ഇവരുടെ രണ്ടാളുടെ കളികളല്ലേ. പിന്നെ ഒരു 5-5:30 ആകുമ്പോൾ നല്ലൊരു മഴ പെയ്തായിരുന്നു. അതുവരെ ചൂടായിരുന്നു. ഒരു മഴ പെയ്തപ്പോൾ നല്ലൊരു തണുപ്പ് തോന്നി കേട്ടോ. ആ സമയത്താണ് ഈ കറണ്ടും പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഏകദേശം പണികൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ
ഞാനും അല്ലൂസും അച്ചോട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലൊക്കെ മൊത്തം ഇരുട്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, എല്ലാം ഏകദേശം തീർത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇരുന്നു. പിന്നെ കറണ്ട് വന്നു. പിന്നെ ഇവർ തമ്മിലുള്ള പിന്നെ പറയണ്ടല്ലോ. പിന്നെ അച്ചൂട്ടി വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം എനിക്ക് നല്ല തിരക്കായിരിക്കും അവളുടെ കൂടെ. അല്ലൂസിന് അത്ര ഇടങ്ങാറ് കാണിക്കില്ലെങ്കിലും അച്ചൂട്ടി നല്ല കുറുമ്പാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് കണ്ടിട്ട് അതിനെ തൊടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ തൊടണ്ട പറഞ്ഞാൽ അവൾ കേൾക്കുകയില്ല. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് അവൾ തന്ത്രപ്പാടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അല്ലൂസാണെങ്കിൽ അവൻ എന്തെങ്കിലും കളിക്കാൻ കിട്ടിയെങ്കിൽ അവൾ അതിലോട് അങ്ങനെ പോയിക്കോളും. നമ്മളെ ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നും വരില്ല. ഇവളാണെങ്കിൽ എന്തെങ്കിലും കാണിച്ച് അതിനെ തൊടാൻ വേണ്ടി വരും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സന്ധ്യ നേരമായി. അപ്പോൾ ആ സമയത്ത് തന്നെ വിളക്കൊക്കെ കൊളുത്തി കുറിയൊക്കെ വെച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വന്നു. അപ്പോൾ പാലൊക്കെ അവൻ വാങ്ങാണ് കേട്ടോ. അച്ഛനും അമ്മയും വന്ന് അവന് നല്ല സന്തോഷമാണ്. പാല് കണ്ടത് ഇവിടെ ബ്രൗണിക്ക് പാല് കുടിക്കണമെന്നൊരു വിശപ്പ് വന്നു. അപ്പോൾ അവനും പാലും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവരുടെ മുറ്റത്തേക്ക് കളിക്കാനൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ അല്ലൂസ് ഇപ്പോൾ കുറച്ച് ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവന് വീണാലും കുഴപ്പമില്ല വെച്ചിട്ട് അങ്ങനെ വിടുകയാണ്. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നല്ല മേഘമൊക്കെ തെളിഞ്ഞ് വന്നു. പിന്നെ അടുത്ത വീട്ടിലത്തെ ചേച്ചി കുറച്ച് ചക്ക തന്നായിരുന്നു. അപ്പോൾ അതിരുന്ന് പറിക്കണം. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും ഇവർ രണ്ടാളും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അച്ചൂട്ടി ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അംഗനവാടി വിട്ട് വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ചില കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങളുടെ കൂടെ പണിയെടുക്കുമ്പോൾ അവരെയും വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ രാത്രിയായി. അവർക്ക് കഞ്ഞിയാണ് കേട്ടോ കൊടുത്തത്. അപ്പം ഞാൻ കുറച്ച് ദോശയൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ രാത്രി ഇനി കിടക്കാൻ കുറച്ച് സമയമൊക്കെ വൈകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഏകദേശം ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ. ഒരു സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന